ഇപ്പൊ നമ്മള് മുണ്ടുപറമ്പ് വീട്ടിലാണിട്ടുള്ളത്. ഇന്നലെ വന്നതാണ്. അപ്പൊ നമ്മൾ ഈദിനൊന്നും വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു. അവർ ഹോസ്പിറ്റലിലായിരുന്നല്ലോ അധികം മോളേറ്റ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ദിവമോളും സെബീനൊന്നും ഇല്ല കേട്ടോ. സെബീനും തന്നെ ഈദിന് അവളുടെ വീട്ടിലും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലും പോയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇനി അവർ വരുമ്പോഴത്തേക്ക് എനിക്ക് ഒരു യാത്രയും കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. അപ്പോൾ എനിക്ക് വരാൻ പറ്റൂല. അപ്പോൾ പിന്നെ ഞാൻ വേഗത്തിൽ തിരക്കാവണതിൻ്റെ മുന്നേ ഒന്ന് വന്നിട്ട് 2 ദിവസം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പോൾ ഇന്നൊരു വേറൊരു സ്പെഷ്യലും കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് May 15th. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഉമ്മയുടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി കാണിക്കാം. പിന്നെ വേറെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം, കിച്ചണിൽ പോയി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡെസേർട്ട് ഉണ്ടാക്കി വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണിയും ബീഫ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു ഡെസേർട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഉമ്മ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഡെസേർട്ടിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അതൊന്ന് തണുക്കണം, എന്നിട്ടാണ് നമുക്ക് കഴിക്കാൻ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ആ ഡെസേർട്ട് ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഈസ്റ്റേൺ റോസ്റ്റഡ് വെർമിസെല്ലി ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ഡെസേർട്ട് ഉണ്ടാക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 2 വലിയ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നേരം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഈസ്റ്റേൺ റോസ്റ്റഡ് വെർമിസെല്ലി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1 കപ്പ് ഈസ്റ്റേൺ റോസ്റ്റഡ് വെർമിസെല്ലി ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വെർമിസെല്ലി നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിന്റെ കളർ കണ്ടോ, നല്ല ഗോൾഡൻ കളറാണല്ലേ, നല്ല പെർഫെക്റ്റ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് എടുക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് വേവിച്ച് വെച്ചിട്ടുള്ള സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ക്യാരറ്റിന്റെ കൂടെ. ഈ 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് പാകത്തിനുള്ള മധുരം ഉണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുങ്കുമം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതാ നമ്മളുടെ സേമിയ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് തണുപ്പിച്ചിട്ട് അല്ലെങ്കിലും കുഴപ്പമില്ല, ചൂടോടെയും കഴിക്കാം. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ നമുക്കൊരു പുഡിങ്ങിന്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരും. അപ്പൊ നല്ല പെർഫെക്റ്റ് സ്മെല്ലാണ്. ഇനി നമുക്ക് ടേസ്റ്റും കൂടെ നോക്കണം. ഇത് തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് വിചാരിക്കുന്നത്. ഇതുകൂടെ നല്ലോണം തണുപ്പിച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം ഐസ്ക്രീമിന്റെ കൂടെ സെർവ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്കിത് തണുത്തതിന് ശേഷം എല്ലാം കഴിച്ചു നോക്കാം. പിന്നെ ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. കുറച്ച് ഇങ്ങനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി നമുക്ക് ഇങ്ങനെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഡെസേർട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാറുണ്ട്.
ഇവിടെ സവാള ഓൾറെഡി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പിയൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. കുറേ തവണ നമ്മൾ ഓരോ ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ കാണിച്ചതാണ്. അപ്പോൾ ബിരിയാണി ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ബീഫ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മാൻ്റെ ഈ ഒരു ടെക്നിക്കൊക്കെ ഞാൻ മുന്നൊരു വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സവാളയൊക്കെ വഴറ്റിയെടുക്കാനോ വേഗത്തിൽ വഴറ്റിയെടുക്കാനോ കുക്കറിൽ ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. അപ്പം അതൊന്നും ഞാനിതിൽ ഡീറ്റെയിൽഡായിട്ട് പറയണില്ല. അപ്പം ഞാൻ ബീഫ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കട്ടെ. ഇപ്പോൾ ബീഫ് കാക്ക കൊണ്ടുവരാൻ പോയിട്ടുള്ളൂ കേട്ടോ. കാക്കയും ചെയ്തും കൂടെ കടയ്ക്ക് പോയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് മസാലയ്ക്കൊന്ന് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ബീഫ് ഉണ്ടാക്കുന്ന സമയത്ത് അധികം ഇതുപോലെ മസാല പൗഡറുകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ബീഫൊക്കെ കഴുകിയെടുത്തിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെ മസാല പൗഡറുകളൊക്കെ റോസ്റ്റ് ചെയ്തിട്ടൊന്ന് റെഡിയാക്കി നോക്കട്ടോ. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ അതിൻ്റെ റെസിപ്പി പല റെസിപ്പീസായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് ഞാൻ തൃശ്ശൂരിൽ മാതൃഭൂമിയും ലുലു ഹൈപ്പർ മാർക്കറ്റും കൂടെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു റെസിപ്പി കോൺടെസ്റ്റിന് ജഡ്ജ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഷെഫ് തസ്നി ബഷീറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, TV ഷോസിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങൾ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനിടയിൽ ബിരിയാണിയിലേക്കുള്ള ചമ്മന്തിയും തൈരൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഉമ്മാൻ്റെ ബിരിയാണി ഇതവിടെ ദം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ബീഫും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കട്ടെ. ഇതിനിടയിലായിട്ട് ക്ലീനിങ് പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അകത്തൊക്കെ അന്ന് ചേച്ചി വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ചേച്ചി അകത്തൊക്കെ അടിച്ചു വാരി തുടച്ചും ചെയ്തിരുന്നു. അപ്പം അങ്ങനെ ക്ലീനിങ് ഇന്ന് കുറച്ച് കുറവാണ്. കിച്ചൺ മാത്രം ക്ലീൻ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ പെരുന്നാൾ കൂടാത്തതുകൊണ്ട് ചെറിയൊരു പെരുന്നാൾ പോലെ അങ്ങനെ കൂടിയതാണ്. പക്ഷേ മറ്റവരൊന്നും ഇല്ല കേട്ടോ. കോഴിക്കോടത്തെ കാക്കയും ഫാമിലി ഇല്ല, അതുപോലെ സെബീന ഇല്ല. സെബീനയുടെ ഹസ്ബൻഡായിട്ടുള്ള ആ കാക്കുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഈ ആഴ്ച എനിക്ക് പോകാൻ പറ്റൂലായിരുന്നു. ഞങ്ങൾക്ക് കണ്ണൂരിൽ ഷെഫ് ഷമീമിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങളെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനൊക്കെ പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ഒന്ന് പോയി വന്നതാണ്. പിന്നെ സ്കൂളൊക്കെ തുറക്കാനായില്ലേ, അപ്പോൾ പിന്നെ ഇനി ഫ്രീ ആയിട്ട് അങ്ങനെ പോകാൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് നേരത്തെ പോയതാണ്. അപ്പം ഞങ്ങൾ പെരുന്നാളിന് കൂടാത്തതുകൊണ്ട് തന്നെ ഷെസീന് ഇങ്ങനെ പറയണുണ്ടായിരുന്നു, എന്നാ മുണ്ടർമ്പ് വീട്ടിൽ പെരുന്നാൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ കൂടെ ഞങ്ങൾ വേഗം വന്നതാണ്. അതാണ് ക്യാപ്ഷനിൽ അങ്ങനെ ഒരു പേര് കൊടുത്തത് കേട്ടോ, മുണ്ടർമ്പ് വീട്ടിലെ പെരുന്നാൾ എന്ന്. നമ്മൾ വെഡിങ് ആനിവേഴ്സറി ഒന്നും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യലൊന്നുമില്ല. ഞങ്ങൾ പോയ ദിവസം വെഡിങ് ആനിവേഴ്സറി ആയിന്ന് മാത്രം. അപ്പോൾ പിന്നെ അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയെന്ന് മാത്രം. അല്ലാതെ നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്കായിട്ട് അങ്ങനെ ഒരു സെലിബ്രേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനി നമ്മളുടെ കസ്റ്റാർഡ് സേമിയ കഴിക്കാനുള്ള സമയമായിട്ടോ. അപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പയൊക്കെ ഇങ്ങനെ ചൂടോടെ തന്നെ കുടിച്ചിട്ടോ. ഉപ്പയും ഉമ്മയൊക്കെ അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എനിക്കും ഇഷ്ടമായിട്ടോ ചൂടോടെ.
തണുപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതും കൂടെ ഒന്ന് നോക്കി നോക്കട്ടെ. നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴും നല്ല വൈകുന്നേരം ആയിട്ടുണ്ട്. അമ്മാവൻ്റെ ഭാര്യ ഉണ്ട് വന്നിട്ടുള്ള, അമ്മാവൻ്റെ ഭാര്യ ലൈലമ്മായും പിന്നെ അവരുടെ മോന് ഫഹീമും അവൻ്റെ വൈഫ് ഷാനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ നിന്നു. പിന്നെ അവർക്ക് ചായയൊക്കെ കൊടുത്തു, ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തു. പക്ഷേ അവരും വീട്ടിൽ നിന്ന് എന്തൊക്കെയോ സ്പെഷ്യൽ ഐറ്റംസൊക്കെ കഴിച്ച് വരികയാണ്. അതുകൊണ്ട് അവർ ബിരിയാണി ഒന്നും കഴിച്ചിട്ടില്ല. അവർ ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പിന്നെ തിരിച്ചു പോയി. പിന്നെ നമുക്ക് തൃശ്ശൂരത്തെ വിശേഷങ്ങൾ കണ്ടാലോ. തൃശ്ശൂരിനടുത്ത് തൃപ്രയാറിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് തസ്നി ബഷീർ, ഷെഫ് തസ്നി ബഷീർ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മളുടെ കൈരളി TV-യിലെ പാചകറാണി കോമ്പറ്റീഷനിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കുക്കറി ഷോസൊക്കെ TV-യിലൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് അവരൊരു യൂട്യൂബിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനൽ ഈ അടുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഷെഫ് തസ്നി ബഷീർ തന്നെയാണ് അവരുടെ ചാനലിൻ്റെ പേരും. അപ്പം അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല നല്ല റെസിപ്പീസൊക്കെ എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അവരുടെ ഓൺ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെ അടുത്തും പോയിട്ട് അവരുടെ റെസിപ്പീസൊക്കെ എന്താണെന്നുള്ളതൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനൽ റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മളുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടതാണ് കേട്ടോ. ആമിന എന്നാ പേര്. ആമിന നമ്മളുടെ സ്ഥിരം ഒരു വ്യൂവറാണ്. ഇപ്പോൾ കണ്ടസ്റ്റൻസ് ഒക്കെ അവരുടെ ഫൈനൽ ഔട്ട്പുട്ട് ആയിട്ട് അവിടെ ഹാളിൽ വന്നിട്ടുണ്ട്. ഇനി ടേസ്റ്റിംഗ് സെഷനാണ്. പരിചിതമുള്ള ഒരു മുഖമാണ് തസ്നി ബഷീർ. 20,000 രൂപയാണ് ഇന്ന് ഫസ്റ്റ് വിന്നറിന് ലഭിക്കുന്നത്. ഇന്ന് ആരായിരുന്നേക്കാൾ കൂടുതൽ ഇന്ന് അവരെ കാത്തിരിക്കുന്ന ഒരു സന്തോഷം. ഇത്രയും റിലാക്സ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കാം. അവരിവിടെ നിൽക്കുന്നുണ്ട് ഫാമിലിയോട് കൂടി അടിച്ചു പൊളിച്ച്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. എന്തായാലും നമ്മുടെ ജഡ്ജസിന് നമ്മുടെ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി കഴിക്കുന്നവർക്കാണെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് സൂപ്പർ ഷെഫായ മാതൃഭൂമിയിലുള്ള നിങ്ങൾക്കും ഒക്കെ ഒരുപോലെ അറിയാനുള്ളത്. ആൻഡ് യെസ്, നമ്മുടെ ബേസിലുള്ള ഒരു ഫേസോട് കൂടി എപ്പോഴും ഒരു ചിരിയോട് കൂടി നമുക്ക് മുന്നിൽ ഒരുപാട് വിഭവങ്ങൾ. കുറച്ച് വിഷമമായിട്ടുള്ള മുഖങ്ങൾ കാണുമ്പോൾ എനിക്കും ഭയങ്കര വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും നമുക്ക് ഫസ്റ്റ് സെക്കൻഡ് കൊടുക്കാൻ കഴിയില്ലല്ലോ. ഗുഡ് ഈവനിങ് എവ്രിവൺ. എല്ലാ കണ്ടസ്റ്റൻറ്റും ഒന്നിനൊന്നും മെച്ചമായിരുന്നു. പക്ഷേ നമ്മളുടെ അപ്പോഴത്തെ ഓരോ സ്പോട്ടിലുള്ള കുക്കിംഗ് ആണല്ലോ. അപ്പോൾ ഇത് ചെറിയ ചെറിയ ഓരോ ഫോൾട്ടുകൾ കൊണ്ട് മാത്രമാണ് ഓരോരുത്തരുടെ മാർക്കുകളിൽ വ്യത്യാസം വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ഓൾ ദ ബെസ്റ്റ്. വിന്നേഴ്സിന് സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. അപ്പോൾ ഈ കുട്ടിക്കാണ് കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സുഫൈറ എന്നാണ് പേര് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അങ്ങനെ എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ ചെറിയ ചെറിയ ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളപ്പോൾ ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു സന്തോഷം കൂടെ പറയാനുണ്ട് കേട്ടോ. കണ്ണൂരിൽ നാളെ, അതായത് 21 സാറ്റർഡേ ശനിയാഴ്ച
നമ്മൾ കണ്ണൂരിൽ വരുന്നുണ്ട്. അത് 7th ലോഞ്ച് എന്ന് പറയുന്ന ഷെഫ് ഷമീമിൻ്റെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് വരികയാണ്. അപ്പോൾ കുറേ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും വരുന്നുണ്ട്. അപ്പം ഇൻഷാ അല്ലാ അവിടെയുള്ള വ്യൂവേഴ്സിനെയൊക്കെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസൊക്കെ ആയിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, ഷബ്ന ഹാസ്കർ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാ നാളെയും മറ്റന്നാളും നമ്മൾ കണ്ണൂരിലുണ്ടാവും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.